ഇന്ത്യൻ ഫിലോസഫീസിനെ നമ്മൾ ദർശനങ്ങൾ എന്നാണ് വിളിക്കുക. ഷഡ് ദർശനങ്ങൾ എന്നാണ് പറയുക. അതിൽ സാഖ്യദർശനം, യോഗദർശനം, അങ്ങനെ പല ദർശനങ്ങളുണ്ട്. അവയെ നമ്മൾ ദർശനങ്ങൾ എന്നാണ് വിളിക്കുക. അത് കേൾക്കാനുള്ള, പഠിക്കാനുള്ള, വായിക്കാനുള്ള ആശയങ്ങളാണ്. പക്ഷേ ആശയങ്ങളെ നമ്മൾ ദർശനങ്ങൾ എന്നാണ് വിളിക്കുക. ദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം എന്താ? ദർശനം എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം, അല്ലേ? കാഴ്ച എന്നോ കാണൽ, കാണുക, അങ്ങനെയൊക്കെയാണ് അർത്ഥം ദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ അറിവിനെ നമ്മൾ ദർശനം എന്നെന്തിനാണ് പറയുന്നത്? യോഗ ദർശനം. യോഗ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ പഠിക്കുന്ന ശാസ്ത്രശാഖ, അതിൻ്റേതായ ഒരു പഠന വിഭാഗം, അതിനെ നമ്മൾ യോഗ ദർശനം എന്ന് വിളിക്കും. സാഖ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പഠിക്കുന്ന ഒരു പഠനശാഖ, അതിനെ നമ്മൾ സാഖ്യ ദർശനം എന്ന് വിളിക്കും. ഇതിനേക്ക് എന്തുകൊണ്ടാണ് ദർശനം എന്ന് വിളിക്കുന്നത്? അതാണ് അറിവിന് ഏൻഷ്യൻ്റ് ഇന്ത്യൻസ് അറിവിന് ഒരു കാഴ്ചയായിട്ടാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അറിവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം ഒരു കാഴ്ച എന്നുള്ളതാണ്. ഇംഗ്ലീഷുകാർ അതുപോലെ വേറൊരു വാക്ക് ഉപയോഗിക്കും. നമ്മൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയെന്ന് വിചാരിച്ചോ, അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഐ നീഡ് മോർ എക്സ്പ്ലനേഷൻ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ക്ലിയറായിട്ട് ആശയം വ്യക്തമാക്കി കൊടുത്താൽ ഐ സീ എന്ന് പറയും. ഐ സീ എന്താ ഐ സീ എന്ന് പറയുന്നത്? അയാൾ എന്താ കണ്ടത്? അയാൾക്ക് മനസ്സിലാവുകയാണ് ചെയ്തത്. പക്ഷേ ഐ സീ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ എല്ലായിടത്തും പൗരാണിക ഭാഷ്യങ്ങളിൽ, അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരാതന സാഹിത്യങ്ങളിലും മറ്റും അറിവിനെ ദർശനം, കാഴ്ച, ഈ വാക്കുകളിലേക്കാണ് കണക്ട് ചെയ്യുക. അതെന്തുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതിനൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് അറിവിനെ ഒരു കാഴ്ച ശക്തി പോലെ കണക്കാക്കുന്നത്? വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഭാരതത്തിൽ ഗുരുവിനെ സ്തുതിക്കുന്ന ഒരു മന്ത്രമാണ്. അജ്ഞാന തിമിര അന്ധസ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം എന്ന തിമിരം കൊണ്ട് അന്ധനായ നമ്മൾ. അജ്ഞാനം, അറിവില്ലായ്മ എന്ന തിമിരം ബാധിച്ചു. അതിനെ കണ്ണിൽ വരുന്നൊരു അസുഖമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ അജ്ഞാനം എന്ന ഹൃദ്രോഗം ബാധിച്ചു, അജ്ഞാനം എന്ന ആസ്മ ബാധിച്ചു, അജ്ഞാനം എന്ന തൊണ്ടവേദന വന്നു, ഇങ്ങനെയൊന്നും പറയുന്നില്ല. അജ്ഞാനം എന്ന തിമിരം, അതിന് തിമിരം എന്നാണ് വിളിക്കുന്നത്. അജ്ഞാന തിമിരാന്തസ്യ. അജ്ഞാനം എന്നത് ഒരു തിമിരമായി മാറി. ആ തിമിരം മൂലം അന്ധനായി മാറി. അജ്ഞാനം എന്ന തിമിരം മൂലം ഉണ്ടായ അന്ധത കണ്ണിന് ബാധിക്കുന്ന ഒരു അസുഖമായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത്. നമുക്കൊരു കാര്യം ഉറപ്പാണ്, അജ്ഞാനം നമുക്കുണ്ടെങ്കിൽ, അറിവില്ലായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് തിമിരൊന്നും ബാധിക്കില്ല, കാഴ്ച ശക്തിയായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ അതിനെ അങ്ങനെ ഉപമിക്കുന്നത് അജ്ഞാന തിമിര അന്ധസ്യ ജ്ഞാന അഞ്ജന ശലാകയ. അങ്ങനെ എനിക്ക് അജ്ഞാനം മൂലമുണ്ടായ തിമിരം കൊണ്ട് ഞാൻ അന്ധനായിപ്പോയി. ജ്ഞാനം എന്ന അഞ്ജനം തേച്ചിട്ട് ആ കണ്ണ് തുറന്നു. ചക്ഷു, കണ്ണ്, ഉന്മീലിതം, അതിനെ മിഴിപ്പിച്ചെടുക്കുക, കണ്ണ് തുറന്നെടുക്കുക. ചക്ഷുരു ഉന്മീലിതം യേന, എൻ്റെ കണ്ണുകളെ തുറന്നു തന്നവനായ തസ്മൈ ശ്രീ ഗുരവേ നമഃ, അത്തരത്തിലുള്ള എൻ്റെ ഗുരുവിനെ ഞാൻ നമിക്കുന്നു. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമെന്ന തിമിരം ബാധിച്ച അന്ധതയുണ്ടായ എൻ്റെ കണ്ണിൽ ജ്ഞാനമെന്ന അഞ്ജനം പുരട്ടി എൻ്റെ കണ്ണുകൾ തുറന്നു തന്ന ഗുരുവിനെ ഞാൻ നമിക്കുന്നു. ചുരുക്കി പറഞ്ഞ ഇത്രയുള്ളൂ അർത്ഥം. അറിവില്ലാത്ത എനിക്ക് അറിവ് തന്നിട്ട് ബോധം ഉണ്ടാക്കി തന്ന എൻ്റെ ഗുരുവിനെ ഞാൻ വണങ്ങുന്നു എന്ന് പറയുകയാണ്. പക്ഷെ അതിന് ഉപമകൾ പോകുന്നുണ്ട, ഒക്കെ കണ്ണിലേക്കാണ് കണക്ഷൻ. എൻ്റെ കണ്ണുകൾ തുറന്നു തന്ന ഗുരുവിന്, ഏത് കണ്ണാണ് ഈ ഗുരു തുറന്നു തന്നത്? ഈ രണ്ട് കണ്ണുകൾക്ക് അജ്ഞാനത്തിൻ്റെ തിമിരം ബാധിച്ചിട്ട് കണ്ണാശുപത്രി പോകാൻ നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഒരു ഗുരു വന്നിട്ട് ആ തിമിരം മാറ്റി തന്ന് എനിക്ക് കണ്ണ് തുറന്ന് ഹായ് നല്ല കാഴ്ച ഉണ്ടല്ല ആക്കി തന്നു. ഇങ്ങനെയാണോ അർത്ഥം? ഈ കണ്ണിനെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ അറിവിനെ കണ്ണിനോട് ഉപമിക്കുവാണ്. അജ്ഞാനത്തെ അന്ധതയോട് ഉപമിക്കുന്നു, ജ്ഞാനത്തെ, അറിവിനെ തുറന്ന കണ്ണിനോട് ഉപമിക്കുന്നു. ജ്ഞാനമാണ് കണ്ണ്, അറിവിനെ കണ്ണിനോട് ഉപമിക്കുന്നു. അറിവിനെ ദർശനങ്ങൾ എന്ന് പറയുന്നു. ഷഡ് ദർശനങ്ങൾ, സാഖ്യദർശനം, യോഗദർശനമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അറിവിനെ ദർശനങ്ങൾ എന്ന് പറയുന്നു. അറിവിനെ കണ്ണുകൾ, ചക്ഷുരുന്മീലിതം എന്ന് പറയുന്നു. അറിവില്ലായ്മയെ തിമിരം എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം അറിവിന് എല്ലായിടത്തും കണ്ണുമായിട്ടുള്ള ഉപമ നൽകാറുണ്ട്.
പുരാതന സാഹിത്യങ്ങളിൽ, ആത്മീയ ഭാഷ്യങ്ങളിൽ അറിവിനെല്ലായിടത്തും കണ്ണുമായിട്ട് ഉപമ നൽകാറുണ്ട്. ഈ കാര്യം ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത്രയും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇനി മൂന്നാം കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മനസ്സിലാവാൻ വളരെ എളുപ്പമാണ്. അറിവ് ആണ് കണ്ണ് എന്ന് മനസ്സിലായാൽ ഇനി മൂന്നാം കണ്ണ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? തേർഡ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ലോകത്തെ കാണുന്നത്, മനസ്സിലാക്കുന്നത് നമ്മുടെ രണ്ട് കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ രണ്ട് കണ്ണുകൾ വളരെ പരിമിതമായ ഇൻഫർമേഷൻ നൽകുന്ന അവയവങ്ങളാണ്. ഈ പരിമിതമായ ഇൻഫർമേഷനുകളിൽ ജീവിക്കുക, കണ്ടതും കേട്ടതും മാത്രമേ ഞാൻ അംഗീകരിക്കൂ, വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന വളരെ പരിമിതരായി പോകും നമ്മൾ. അപ്പം നമ്മളുടെ അറിവിൻ്റെ നേത്രം കൊണ്ടും കൂടെ കാണാൻ കഴിയണം നമുക്ക്. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളെല്ലാം ഇന്ന് ബൾബ് കാണുന്നുണ്ട്. ലോകത്തിൽ ബൾബ് എന്നൊരു സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ ബൾബ് കാണുന്നുണ്ട്. ഈ ബൾബ് കണ്ടുപിടിച്ച ആൾ ബൾബ് കണ്ടിട്ടുണ്ടാവും, കണ്ടുപിടിക്കുന്നതിന് മുമ്പേ കണ്ടിട്ടുണ്ടാവും. അയാളുടെ മനസ്സിൽ ബൾബ് എന്ന സാധനം അയാൾ കണ്ടില്ലായിരുന്നെങ്കിൽ ബൾബ് കണ്ടുപിടിക്കാൻ അയാളെ കൊണ്ട് പറ്റില്ലായിരുന്നു. നമ്മളൊക്കെ അത് ഉണ്ടാക്കിയതിന് ശേഷമാണ് കണ്ടിട്ടുള്ളത്. അത് ഉണ്ടാക്കിയ ആൾ അത് ഉണ്ടാക്കുന്നതിന് മുൻപേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ എവിടെ അത് കണ്ടത്? അയാളുടെ തേർഡ് ഐയിലാണത് കണ്ടത്. അപ്പം എന്താണ് ഈ തേർഡ് ഐ? ഈ രണ്ട് കണ്ണിലെ കാഴ്ചയല്ലാതെ മറ്റൊരു കാഴ്ച നമുക്കുണ്ട്. അതിന് നമുക്ക് മനക്കണ്ണ് എന്ന് പറയാം വേണമെങ്കിൽ. തേർഡ് ഐ എന്ന് പറഞ്ഞാൽ മനക്കണ്ണ്. മനക്കണ്ണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുക? അത് എവിടുന്ന ഉരുത്തിരി മനക്കണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മനക്കണ്ണ് അറിവിൻ്റെ കണ്ണാണ്. അതിന് ജ്ഞാനക്കണ്ണ് എന്നും പറയും, ജ്ഞാനനേത്രം എന്നും പറയും. അത് അറിവ് കൊണ്ട്, ഭാവന കൊണ്ട് കാണുന്ന കണ്ണാണ്. ഒരു സിനിമ കഥ എഴുതുന്നവൻ അല്ലെങ്കിൽ സംവിധായകൻ ആ സിനിമ ഉണ്ടാക്കുന്നതിന് മുമ്പേ ആ സിനിമ കാണുന്നു തൻ്റെ മനക്കണ്ണിൽ, തൻ്റെ അറിവുകൾ കൊണ്ട്. നമ്മൾ ആ സിനിമ ഉണ്ടാക്കിയ ശേഷം കാണുന്നു. പക്ഷെ ഒരു സിനിമ ഉണ്ടാക്കുന്ന ആളത് മനസ്സിൽ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വസ്തു ഇല്ല, നിലവിലില്ല, ഇല്ലാത്ത വസ്തുവിനെ ഉണ്ടാക്കുവാൻ വേണ്ടി ഒന്ന് കാണണം. അത് വലിയൊരു കഴിവാണ്. ഉള്ള ഒരു വസ്തുവിനെ കാണൽ, ഒരു സിനിമ, നിലവിലുള്ള ഒരു സിനിമ, അത് പോയി കാണാൻ അതിന് വലിയ കഴിവൊന്നും വേണ്ട, ആർക്കും പോയി കാണാൻ പറ്റും ഉള്ള ഒരു സിനിമ പോയി കാണാൻ. എന്നാൽ ഇന്ന് വരെ ഈ ലോകത്തിലില്ലാത്ത ഒരു സിനിമ ഉണ്ടാക്കാൻ പോവാണ് ആ സിനിമ. അത് ഞാൻ മനസ്സിൽ കാണണം. ഉണ്ടാക്കണമെങ്കിൽ മനസ്സിൽ കാണണം. മനസ്സിൽ കണ്ടിട്ടാണ് ഫ്രെയിമുകളൊക്കെ തീരുമാനിക്കുന്നത്. നായകൻ അവിടെ നിന്ന് നടന്നു വരുന്നു, നായിക ഇവിടെ നിന്ന് പോകുന്നു, ക്യാമറ അത് കൂടെ പിന്നാലേക്ക് പോകട്ടെ, ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായിരിക്കണം ഔട്ട്പുട്ട് എന്നുള്ളത് ഓൾറെഡി മനസ്സിൽ കാണുന്നു. നിലവിലില്ലാത്തൊരു വസ്തു, നിലവിലില്ലാത്ത എന്തോ ഒന്ന്, അതിനെ ഞാൻ എൻ്റെ ഭാവനയുടെ കണ്ണുകളിൽ കണ്ട് ആ കാഴ്ചയിൽ കണ്ടതിനെ പിന്നീട് റിയൽ വേൾഡിൽ യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അപ്പോൾ ഈ ലോകത്ത് എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന വ്യക്തി, അതൊരു ഡിജിറ്റൽ പ്രൊഡക്ഷൻ ആകട്ടെ, ഒരു കവിതയാകട്ടെ, കഥയാകട്ടെ, ഒരു ടോക്കാകട്ടെ, ഒരു കളിമൺ പാത്രം ഉണ്ടാക്കലാകട്ടെ, ഒരു കത്തിയാകട്ടെ, ഒരു ആഭരണമാകട്ടെ, എന്താകട്ടെ, ഒരു പ്രൊഡക്ഷൻ, ഒരു ഫിസിക്കൽ ഓർ മെറ്റാഫിസിക്കൽ പ്രൊഡക്ഷൻ, ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടൊരു വ്യക്തി എന്തിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിലും അയാൾക്ക് മൂന്നാം കണ്ണ് വേണം. ഒരു ചിത്രം വരയ്ക്കുന്നവന് ക്യാൻവാസും മുന്നിലുണ്ട്, കുറേ പെയിൻറ് ഇരിക്കുന്നുണ്ട്, 2-3 ബ്രഷുണ്ട്. ഈ പെയിൻ്റൊക്കെ ഈ ബ്രഷ് ഉപയോഗിച്ച് ഈ ക്യാൻവാസിൽ പ്രത്യേക രീതിയിലൊക്കെ അങ്ങനെ ആവുമ്പോൾ അവിടെ ഒരു മനോഹരമായ ചിത്രം വരും. ആ ചിത്രം അയാൾ മനസ്സിൽ കണ്ടിട്ടേ ക്യാൻവാസിൽ വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഹൈലി ക്രിയേറ്റീവായിരിക്കുന്ന വ്യക്തി, ഈ ക്രിയേറ്റീവായിരിക്കുന്ന വ്യക്തി ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരിക്കുന്നത് പോലെ അതിനെ മനസ്സിൽ വിഭാവനം ചെയ്യുവാനുള്ള എബിലിറ്റി ഉള്ളവനായിരിക്കും. ഈ എബിലിറ്റിയെ നമുക്ക് മൂന്നാം കണ്ണ് എന്ന് വിളിക്കാം. ഈ എബിലിറ്റിയെ നമുക്ക് മൂന്നാം കണ്ണെന്ന് വിളിക്കാം. അപ്പോൾ ഒരു വ്യക്തിയുടെ മൂന്നാം കണ്ണ് ഉണരുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഹൈലി പ്രൊഡക്റ്റീവായി മാറുക എന്നൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. ആ വ്യക്തിക്ക് കുറച്ച് കൂടുതൽ ദീർഘവീക്ഷണത്തോടെ ഒരു വസ്തു കൺമുന്നിൽ കണ്ടിട്ടല്ലാതെ കാണുന്നതിന് മുൻപ് തന്നെ മനസ്സിൽ അതിനെ കാണുവാനുള്ള കഴിവുള്ള, ഭാവനാശേഷിയുള്ള, ഭാവി ചിന്തിക്കുവാനുള്ള കഴിവുള്ള, ഭാവി ഇങ്ങനെ ആയിരിക്കണമെന്ന് ആസൂത്രണം ചെയ്യുവാനുള്ള കഴിവുള്ള, നിലവിലില്ലാത്തൊരു വസ്തുവിനെ സങ്കല്പിച്ച് അതിനെ ഉണ്ടാക്കുവാനുള്ള കഴിവുള്ള
അറിവുള്ള വ്യക്തി, ജ്ഞാനമുള്ളവൻ, തലയിൽ ഇത്തിരി ആൾതാമസമുള്ളവൻ, ബോധമുദിച്ചവൻ, ബുദ്ധിയുള്ളവൻ, മനസ്സിൽ ഭാവനാ ശേഷിയുള്ളവൻ, സങ്കല്പശേഷിയുള്ളവൻ, അങ്ങനെയുള്ളൊരു മനുഷ്യനായി മാറും ഒരാൾ ധ്യാനം മുതലായ പരിശ്രമങ്ങൾ ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളൊരു മനുഷ്യനായി മാറും എന്നതല്ലാതെ ഇവിടെ എന്തെങ്കിലും ഒരു സൂര്യൻ തെളിയുന്ന പോലെ ഒരു സാധനം കൂടെ ഉദിച്ചു വന്നിട്ട് പിന്നെ ഭയങ്കര സംഭവമായിരിക്കും. ഇമാതിരി ഉഡായിപ്പുകൾ ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട് സമൂഹത്തിൽ ആളുകൾ. അങ്ങനെ ഇവിടെ നടുവിൽ ഒരു സാധനം ഉദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര കാലം തപസ് ചെയ്താലും ഒരു സാധനം ഉദിക്കില്ല. അതൊക്കെ ചിത്രങ്ങളിലും സിനിമകളിലും കാണിക്കാൻ ഭയങ്കര രസമായിരിക്കും, അല്ലാതെ ഇതിൻ്റെ നടുവിലൊരു സാധനം തെളിഞ്ഞു വരുന്നില്ല. ഇതിനെ ആധ്യാത്മിക ഭാഷ്യത്തിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ ചിത്രങ്ങളാക്കി ചിത്രകാരന്മാർ ചിത്രങ്ങളാക്കിയപ്പോൾ ഇവിടെയൊക്കെ കണ്ണൊക്കെ വരച്ച് വെച്ചെന്ന് ലൈറ്റൊക്കെ വരുന്ന പോലെ കാണിച്ചു എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ ഇങ്ങനൊരു സാധനമൊന്നും ഇവിടെ ഉണരുമൊന്നുമില്ല. ഇങ്ങനെ എന്തോ ഒരു സാധനം ഉണരും എന്ന വ്യാജമായ പ്രതീക്ഷയുള്ള മണ്ടന്മാർ ഈ ലോകത്തിലുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഉണർത്താനുള്ള ആൾക്കാർ ഇങ്ങനെ അത് ഉണർത്താൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് നടത്തിക്കൊണ്ടാണ്. ഇതൊന്നും ഉണരില്ല എന്ന് ഉറപ്പുള്ള എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് തേർഡ് ഐ ആക്ടിവേഷൻ ചെയ്ത് തരാം നിനക്ക്, ഒരു 1 lakh rupees തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ തരാമെന്ന് പറഞ്ഞാലും വേണ്ടെന്ന് പറയും. പ്രാചീന ഋഷിമാരും മറ്റും 3-ാം കണ്ണ് തുറക്കുക എന്നുള്ളത് കൊണ്ട് വെളിവുള്ളവനായി മാറാമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബോധമുള്ള ബുദ്ധിയുള്ളവൻ ഒരാളായി ജീവിക്കുക, ഫ്യൂച്ചർ നിർമ്മിക്കാൻ കഴിവുള്ള, കാര്യശേഷിയുള്ള, വിഭാവന ശേഷിയുള്ള, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയായി മാറുക. ഒരു കവിത എഴുതാനുള്ള കഴിവ് തേടയാണ്, ഒരു കഥ എഴുതാനുള്ള കഴിവ് തേടയാണ്, ഒരു ചിത്രം വരയ്ക്കാനുള്ള കഴിവ് തേടയാണ്, ഒരു കളിമൺ പാത്രം ഉണ്ടാക്കാനുള്ള കഴിവ് തേടയാണ്, കത്തി ഉണ്ടാക്കുന്നത് തേടായി ഉപയോഗിച്ചിട്ടാണ്. അവനത് ഉണ്ടാക്കുന്നതിന് മുമ്പ് അത് കാണണം, എന്നാലേ അവനുണ്ടാക്കാൻ പറ്റൂ. എന്തൊന്നിനെ നമുക്ക് നിർമ്മിക്കുന്നതിന് മുൻപേ കാണുവാൻ ശേഷിയുണ്ടോ ആ ജ്ഞാനം കൊണ്ട് കാണാനുള്ള കഴിവിനെ നമ്മൾ തേടായി എന്ന് പറയും. ഇത് നിങ്ങൾ നല്ലപോലെ മെഡിറ്റേറ്റ് ചെയ്യുകയും നല്ലപോലെ സംയമനങ്ങൾ ശീലിക്കുകയും അടുക്കും ചിട്ടയുള്ള ജീവിതം, റുട്ടീൻ, പ്രാക്ടീസസ് മറ്റുള്ളവരുടെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കോൺസെൻട്രേറ്റഡ് മൈൻഡുള്ളൊരു വ്യക്തിയായി മാറുമ്പോൾ, സ്കാറ്റേഡ് മൈൻഡ് അല്ലാതെയായി മാറുമ്പോൾ, ആ കോൺസെൻട്രേറ്റഡ് മൈൻഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഈ മെൻ്റൽ എനർജിയെ കൃത്യമായി പ്രൊജക്ഷൻ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊജക്ഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഷാർപ്പ്നെസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാവുക എന്നുള്ളതാണ് തേർഡ് ഐ ഓപ്പണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവിടെ നെറ്റിയിലൊരു 3-ാമത്തെ ഒരു കണ്ണും കൂടെ തുറന്ന് ഉള്ള 2 കണ്ണ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള വിവരമില്ലാതെയുള്ള ആൾക്കാർ ജീവിക്കുന്നു. ഇതുകൊണ്ട് എന്താ കാണേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് ഇനി 3-ാമതൊരു കണ്ണും കൂടെ കിട്ടിയാൽ ഈ കാണുന്ന കാഴ്ചയൊക്കെ വെർട്ടിക്കലായിട്ടും കൂടെ കാണാൻ പറ്റുന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരെ പറ്റിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ആശയം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ പാരമ്പര്യ ശുദ്ധിയുള്ള പഠനം ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ പുതിയ ആൾക്കാർ, ഗുരുനാഥന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നും കൂടി പറഞ്ഞു തരുന്ന സമയത്ത് എനിക്കും തുറക്കണമല്ലോ എൻ്റെ 3-ാം കണ്ണ്, ഇപ്പം എന്ന് തുറക്കാൻ പറ്റും സാർ, മറ്റന്ന് തുറക്കാൻ പറ്റുമോ? മറ്റൊന്നും വേണ്ട, വെറും 2 മണിക്കൂർ നമ്മളൊരു ടെക്നിക്ക് പഠിപ്പിച്ചു തരും, അപ്പോഴേക്കും നിങ്ങളുടെ 3-ാം കണ്ണ് തുറക്കും. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്നറിയോ, ഈ മഹർഷിമാരൊക്കെ എന്ത് മണ്ടന്മാരല്ലേ? കാരണം അവർ 100 കൊല്ലം 200 കൊല്ലമൊക്കെയാണ് അത്ര ഇത് 3-ാം കണ്ണ് തുറക്കാൻ വേണ്ടി തപസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 മണിക്കൂർ പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50,000 ഉറുപ്പികയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് തുറന്നു വിടാനുള്ള ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഇതിനും വലിയ വിദഗ്ധന്മാരുണ്ടാവില്ലേ? ഇവരിതിന് ലൈഫ് മുഴുവൻ വേസ്റ്റാക്കി തപസ്സും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കോച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് തുറന്നു തരും, ഒരു 50,000 തരാം, ഒരു 2 മണിക്കൂർ കൊണ്ടൊന്ന് തുറന്നു തരും വെച്ചാൽ പോരെ. അപ്പോൾ മഹർഷിമാരൊക്കെ ഈ ജന്മം മുഴുവൻ ഇത് തപസ് ചെയ്തിട്ട് വേസ്റ്റാക്കി കളയാണോ ചെയ്തത്? അത്ര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവർ ഈ ജന്മം മുഴുവനും കാട്ടിരുന്ന് തപസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ വിരോധാഭാസം. ആളുകൾ 50 കൊല്ലം 100 കൊല്ലം തപസ് ചെയ്തിട്ട് നേടിയിരുന്നൊരു സിദ്ധി ഇവിടെ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ ആ പറയുന്നവൻ്റെ വിവരം, ഈ കേൾക്കുന്നവൻ്റെ വിവരവും നമ്മളൊന്ന് അളക്കണ്ടേ? സോ ഇത്തരം ട്രാപ്പുകളിൽ പോയി പെടാതിരിക്കുക.